ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ മലയാളത്തിലെ 1ാമത്തെ യൂണിറ്റായ കനകച്ചിലങ്ക എന്നതിലെ താളവും മേളവും എന്ന പാഠഭാഗമാണ്. ഇതിലെ കാനനോത്സവം എന്ന കഥയാണ് കേട്ടോ നമ്മളിന്ന് എടുക്കുന്നത്. കഴിഞ്ഞ പാഠഭാഗങ്ങൾ കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ എല്ലാം ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റു വിഷയങ്ങളുടെ എല്ലാ വീഡിയോസും STD3 2024 എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. താളവും മേളവും. താളവും ഈണവും നിറഞ്ഞ ഭാഷയാണ് നമ്മുടെ മലയാളം. കഥയിലും കടങ്കഥയിലും നിറഞ്ഞു നിൽക്കുന്ന താളവും ഈണവും നമ്മൾ കണ്ടല്ലോ. കഥയ്ക്കും കടങ്കഥയ്ക്കും മാത്രമാണോ ഭംഗിയുള്ളത്? ഒരു ഉത്സവ വിവരണം വായിക്കൂ. കാനനോത്സവം. കാനനം എന്ന് വെച്ചാൽ കാട്, അപ്പോൾ കാട്ടിലെ ഉത്സവം. കൊയ്ത്തു കഴിഞ്ഞ വയൽ, അവിടമാകെ നക്ഷത്രത്തരി പോലെ നെന്മണികൾ കൊടിഞ്ഞു കിടക്കുന്നുണ്ടാവും. അത് കൊത്തിപ്പെറുക്കി വയറ് നിറച്ച് തിരികെ പോരുന്നതിന് മുൻപ് നാട്ടിലൊക്കെ ഒന്ന് ചുറ്റിത്തിരിയണം. അത് കുഞ്ഞരിപ്രാവിൻ്റെ പതിവാണ്. അങ്ങനെ ചുറ്റിത്തിരിയുമ്പോഴാണ് അവൾ കാടരിക് LP സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് മൈക്ക് അനൗൺസ്മെൻറ്റ് കേട്ടത്. അവൾ അവിടേക്ക് പറന്നെത്തി. ഭക്ഷണപ്പുരയോട് ചേർന്നുള്ള മുത്തശ്ശിപ്ലാവിൻ്റെ കൊമ്പിൽ ചെന്നിരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ സ്കൂൾ മുഴുവൻ കാണാം. ഗ്രൗണ്ടിനോട് ചേർന്നുള്ള സ്റ്റേജിൽ നിന്നാണ് അനൗൺസ്മെൻറ്റ്. കുട്ടികൾ തിങ്ങി നിറഞ്ഞ ഗ്രൗണ്ട്, പൂത്ത താഴ്വര പോലെ. അവിടെയാണ് കലോത്സവം. സ്റ്റേജിൽ ലളിതഗാന മത്സരമാണ് നടക്കുന്നത്. ഓരോ പാട്ട് കഴിയുമ്പോഴും കുട്ടികൾ ഒന്നാകെ കൈയടിക്കുന്നു. സന്തോഷസൂചകമായി ആർപ്പു വിളിക്കുന്നു. പാട്ടിനു ശേഷം മോണോ ആക്ട്, മിമിക്രി, ഡാൻസ്, ഒപ്പന, തിരുവാതിരക്കളി, അങ്ങനെ പലതരം പരിപാടികൾ അരങ്ങേറി. കുട്ടികളാകെ ഉല്ലാസത്തിലാണ്. കുഞ്ഞരിപ്രാവ് ആ പരിപാടികളെല്ലാം കണ്ടു രസിച്ചു. കാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും സായാഹ്ന സഭയുടെ സമയമായിരുന്നു. കാട്ടുചോലയുടെ വക്കത്തുള്ള വിശാലമായ കറുകപ്പുൽ മൈതാനത്തിലാണ് സകല കാട്ടുജീവികളും പങ്കെടുക്കുന്ന സഭ ചേരുക. കാട്ടുരാജാവായ സൂചിക്കൊമ്പൻ്റെ കൽപ്പനയനുസരിച്ച് സകലരും കൃത്യസമയത്തെത്തും. കാട്ടുപ്രതിജ്ഞയും വാർത്ത പറയലും രാജൻ്റെ വിളംബരവും കഴിഞ്ഞാൽ പ്രജകൾക്കുള്ള അഭിപ്രായ പ്രകടനത്തിൻ്റെ സമയമാണ്. അപ്പോൾ കുഞ്ഞരിപ്രാവ് പതിയെ പറഞ്ഞു, നമ്മുടെ കാട്ടിലും കലോത്സവം നടത്തണം മഹാരാജൻ. അതൊക്കെ വേണോ കുഞ്ഞിപ്പെണ്ണെ? രാജാവ് നെറ്റി ചുളിച്ചു. ശരിയാ, അതൊക്കെ വലിയ പൊല്ലാപ്പാണ് മഹാരാജൻ, മുയലച്ചൻ തൊഴുകയോടെ പറഞ്ഞു. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. ഇവൾ ഓരോന്നിങ്ങനെ കൊണ്ടുവരും, മനുഷ്യരുടെ ഓരോരോ കോമാളിത്തരങ്ങൾ. കരടിക്കുട്ടൻ തറപ്പിച്ചു പറഞ്ഞു. സൈലൻസ് സൈലൻസ്. അല്ല കുഞ്ഞരിപ്രാവേ, എന്താണ് ഈ കലോത്സവം? നീ ഒന്ന് പറ, മഹാരാജാവ് കൽപ്പിച്ചു. താൻ കണ്ട കലോത്സവത്തെപ്പറ്റി കുഞ്ഞരിപ്രാവ് വിശദമായി പറഞ്ഞു. നമ്മുടെ കാട്ടിലെല്ലാവരും കലാവാസനയുള്ളവരാണ്. അവരെല്ലാം ചേർന്നുള്ള കലോത്സവം വേണം രാജൻ, മന്ത്രി മൈലമ്മ വ്യക്തമാക്കി. പ്രജകളുടെ ഒത്തൊരുമയ്ക്കും സന്തോഷത്തിനും അത്തരം പരിപാടികൾ നല്ലതാണ്. കുയിലമ്മ മന്ത്രിയെ പിന്താങ്ങി. കാട്ടുകായികോത്സവം പോലെ ഇതും നമുക്ക് നടത്താവുന്നതാണ്, സുന്ദരിക്കാക്ക പറഞ്ഞു. കലാമേളയിൽ എന്തെല്ലാം ഇനങ്ങൾ വേണം? കുഞ്ഞിക്കുറുക്കൻ തിരക്കുകൂട്ടി. പാട്ട്, നൃത്തം, കൂവൽ, കുറുകൽ, ഓരിയിടൽ, ഫാഷൻ ഷോ, ഡിസ്കോ, മിമിക്രി, നിർദ്ദേശങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ടായി. എന്നാണ് കാനനോത്സവം നടത്തേണ്ടത്? രാജാവും ഉത്സാഹത്തിലായി. എന്തിനാ വൈകിക്കുന്നത് മഹാരാജൻ? വരുന്ന സംഗീത ദിനത്തിലാവട്ടെ, കരുത്തൻ പരുന്ത് നിർദ്ദേശിച്ചു. കുഞ്ഞുകുരുവി കലാമേളയുടെ അധ്യക്ഷത വഹിക്കും, ചിന്നക്കുയിൽ കൺവീനറും. മന്ത്രി മൈലമ്മ ചുമതലകൾ പ്രഖ്യാപിച്ചു. ആർക്കും മത്സരിക്കാം, പ്രായപരിധിയില്ല. പങ്കെടുക്കുന്നവർ നാളത്തെ സായാഹ്ന സഭയിൽ പേരു തരണം. കുഞ്ഞിക്കുരുവി ഗൗരവത്തിൽ പറഞ്ഞു. ദാ എന്ന് പറഞ്ഞതുപോലെ കാനനോത്സവ ദിനമായി. കാടിൻ്റെ നാനാഭാഗത്തു നിന്നും കാട്ടുജീവികൾ ഓടിക്കൂടി. കറുകപ്പുൽ മൈതാനം കാണികളെ കൊണ്ട് നിറഞ്ഞു. സ്റ്റേജിൽ ആദ്യം നടക്കുന്ന ഫാഷൻ ഷോയ്ക്ക് പുള്ളിപ്പുലി പേര് വിളിക്കാൻ തുടങ്ങി. തുടർന്ന് കുയിലിൻ്റെ നേതൃത്വത്തിൽ പാട്ട് മത്സരമാണെന്ന് അറിയിപ്പുണ്ടായി. നൃത്തങ്ങളിൽ പങ്കെടുക്കുന്നവർ കരുത്തൻ പരുന്തിൻ്റെ അടുത്ത് ചെന്ന് ഉടനെ നറുക്കെടുക്കണമെന്ന് 3ാമതും അനൗൺസ്മെൻറ്റ് കേട്ടു. മത്സരത്തിൽ ജയിച്ചവരും തോറ്റവരും കൈയടിച്ച് ആർപ്പു വിളിച്ചു. രാജാവെന്ന നിലവിട്ട് ഓരോ മത്സരത്തിലും സൂചിക്കൊമ്പൻ ഒരു കൈ നോക്കി. ഫാഷൻ ഷോയിലും അമറൽ മത്സരത്തിലും മാത്രമേ ജയിക്കാനായുള്ളൂ. കാനനോത്സവം സംഘടിപ്പിക്കാൻ ഐഡിയ തന്നതിന് സൂചിക്കൊമ്പൻ കുഞ്ഞരിപ്രാവിനെ തളിരില മാല അണിയിച്ചുകൊണ്ട് ആദരിച്ചു. എല്ലാ കൊല്ലവും കാനനോത്സവം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. കൂട്ടുകാരെല്ലാം ആർത്തുല്ലസിച്ചാണ് കൂട്ടിലേക്ക് പോയത്. കാനനോത്സവം എന്ന കഥ മക്കൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? ഇനി അതിലെ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം. ഇതിലെ ഏതെല്ലാം കലാപരിപാടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഇതിലൊരുപാട് കലാപരിപാടികൾ പറഞ്ഞു. ഫാഷൻ ഷോ, മിമിക്രി, പാട്ടുമത്സരം, നൃത്ത മത്സരം,
ഇതെല്ലാം നമ്മൾ കാണുന്ന മത്സരങ്ങൾ തന്നെയാണ് അല്ലേ? എന്നാൽ കൂവൽ മത്സരം, കുറുകൽ മത്സരം, അമറൽ മത്സരം ഇതൊന്നും നമ്മൾ കാണാനിടയില്ലാത്ത കാര്യങ്ങളാണ്. ചോദ്യം 2. സ്കൂൾ കലോത്സവത്തെക്കുറിച്ച് കുഞ്ഞരിപ്രാവ് നടത്തിയ വിവരണം എഴുതാമോ? കാടരിക് LP സ്കൂളിലായിരുന്നു ഞാൻ കലോത്സവം കണ്ടത്. സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നുള്ള സ്റ്റേജിൽ നിന്നും ഉച്ചത്തിൽ അനൗൺസ്മെൻറ്റുകൾ കേൾക്കാമായിരുന്നു. ഗ്രൗണ്ട് ആകെ കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഞാൻ ചെന്ന സമയം സ്റ്റേജിൽ ലളിതഗാന മത്സരമായിരുന്നു. ഓരോ പാട്ട് കഴിയുമ്പോഴും കുട്ടികൾ ആർത്തു വിളിക്കുകയും കൈയടിക്കുകയും ചെയ്തു. പാട്ടിന് ശേഷം മോണോ ആക്ട്, മിമിക്രി, ഡാൻസ്, ഒപ്പന, തിരുവാതിര അങ്ങനെ പലതരം മത്സരങ്ങൾ അരങ്ങേറി. ആ സ്കൂൾ ആകെ ഒരു ഉത്സവത്തിമിർപ്പിലായിരുന്നെന്നു തന്നെ പറയാം. ചോദ്യം 3. കാട്ടിലെ കൂട്ടുകാർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും പുതിയ ഇനങ്ങൾ നിർദ്ദേശിക്കാമോ? ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്: കൂവൽ മത്സരം, അമറൽ മത്സരം, കുറുകൽ മത്സരം, പറക്കൽ മത്സരം, ചിഹ്നം വിളി മത്സരം, ഓരിയിടൽ മത്സരം, വാലാട്ടിക്കളി മത്സരം. ഇത്തരത്തിലുള്ള മത്സരങ്ങളെല്ലാം മൃഗങ്ങൾക്കും പക്ഷികൾക്കും മാത്രമേ സാധിക്കുകയുള്ളൂ. ചോദ്യം 4. പാഠഭാഗത്ത് ചില മത്സര ഇനങ്ങളുടെ പേരുണ്ട്. മറ്റു ചില മത്സര ഇനങ്ങൾ നാം കണ്ടെത്തി. ഇവയെല്ലാം അക്ഷരമാലാക്രമത്തിൽ എഴുതി വയ്ക്കൂ. ഓരോ ഇനത്തിലും പങ്കെടുക്കേണ്ട ജീവികൾ ഏതെല്ലാം എന്നുകൂടി അതോടൊപ്പം എഴുതൂ. ആദ്യം അമറൽ മത്സരം. അമറൽ മത്സരത്തിന് ഏതൊക്കെ മൃഗങ്ങൾക്ക് പങ്കെടുക്കാം? ആന, സിംഹം, ചീറ്റ, പുലി, കടുവ, കരടി തുടങ്ങിയ മൃഗങ്ങളെല്ലാം പങ്കെടുത്തിട്ടുണ്ടായിരിക്കും. അടുത്തത് ഓരിയിടൽ മത്സരം. അതിൽ കുറുക്കൻ, നായ, ചെന്നായ തുടങ്ങിയ മൃഗങ്ങളായിരിക്കും പങ്കെടുത്തിട്ടുണ്ടായിരിക്കുക. ഇനി കുറുകൽ മത്സരത്തിനോ? പ്രാവ്, പരുന്ത് തുടങ്ങിയ ഏതാനും പക്ഷികളുടെ പേരുകൾ നിങ്ങളിവിടെ എഴുതി കൊടുക്കുക. കൂവൽ മത്സരത്തിനോ? കുറുക്കൻ, ചെന്നായ, നായ തുടങ്ങിയ മൃഗങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരിക്കും. ഇനി ചിഹ്നംവിളി മത്സരത്തിനോ? ആനകളായിരിക്കും പങ്കെടുത്തിട്ടുണ്ടായിരിക്കുക. നിറം മാറൽ മത്സരത്തിന് ഓന്തുകൾ പങ്കെടുത്തിട്ടുണ്ടായിരിക്കും. പറക്കൽ മത്സരത്തിനോ? പറക്കൽ മത്സരത്തിനും ഇപ്പറഞ്ഞതുപോലെ ഒട്ടുമിക്ക പക്ഷികളും പങ്കെടുത്തിട്ടുണ്ടായിരിക്കും. പരുന്ത്, കഴുകൻ, വേഴാമ്പൽ, പ്രാവ്, തത്ത. മൂളിപ്പാട്ട് മത്സരം വണ്ട്, കൊതുക്, തേനീച്ച. ചോദ്യം 5. കാട്ടുകലോത്സവത്തിലെ മറ്റേതെങ്കിലും ഒരു മത്സര ഇനത്തിനുള്ള നിയമാവലി തയ്യാറാക്കാമോ? പറക്കൽ മത്സരം നിയമാവലി: കാട്ടുചോലയുടെ അരികെ നിന്നുമാണ് തുടങ്ങേണ്ടത്. ഒരേ ദിശയിൽ തന്നെ എല്ലാവരും പറക്കണം. വളഞ്ഞും തിരിഞ്ഞും പറക്കാതെ നേരെ തന്നെ പറക്കണം. ആദ്യം കാട്ടാറിൻ്റെ അടുത്തുള്ള മാവിൻ കൊമ്പിലെത്തുന്നവരായിരിക്കും വിജയി. ചോദ്യം 6. കാട്ടിൽ ഒരു കായികമേള നടത്തുന്നു. അതിലെന്തെല്ലാം ഇനങ്ങളുണ്ടാകും? എഴുതി നോക്കൂ. എന്തൊക്കെ ഇനങ്ങൾ പങ്കെടുപ്പിക്കാം മക്കളെ? ഓട്ട മത്സരം, ചാട്ട മത്സരം, നടത്ത മത്സരം, ഇഴയൽ മത്സരം, പറക്കൽ മത്സരം തുടങ്ങി ഒട്ടേറെ മത്സരങ്ങൾ നമുക്ക് കായികമേളയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ കാനനോത്സവം എന്ന പാഠഭാഗം മക്കൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? പാഠം ഒരിക്കൽ കൂടെ വായിച്ചു നോക്കുക. പ്രവർത്തനങ്ങളെല്ലാം മനസ്സിലായോ? ചെയ്ത പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായോ? ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. 3-ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോകളെല്ലാം നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ ശരി, മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്